വെൽക്കം ടു NCERT +1 and +2 ഫിസിക്സ്. അപ്പോൾ നമ്മൾ ഇന്ന് നെക്സ്റ്റ് സെക്ഷനായ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസ് ആണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ 13.4 കൈനറ്റിക് തിയറി ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ്. ഇതാണ് ഈ സെക്ഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്, കൈനറ്റിക് തിയറി ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ്. അപ്പോഴത്തേക്കും നമ്മുടെ കൈനറ്റിക് തിയറി ഇതെന്ന് പറയുന്നത് മോളിക്കുലർ പിക്ചർ വെച്ചിട്ടാണ് പറയുക, എല്ലാം ബേസ്ഡ് ഓൺ മോളിക്കുലർ പിക്ചർ. അപ്പൊ നമുക്ക് അറിയാം ഗ്യാസസിൻ്റെ അകത്ത് ഒരുപാട് മോളിക്യൂൾസ് ഉണ്ട്, അതെല്ലാം റാൻഡം മോഷനിലാണ്. അപ്പോൾ ഒരു ഓർഡിനറി പ്രഷറിലും ടെമ്പറേച്ചറിലും രണ്ട് മോളിക്യൂൾ തമ്മിലുള്ള ആവറേജ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആ മോളിക്യൂളിന്റെ സൈസിനെക്കാളും ഒരു 10 അല്ലെങ്കിൽ അതിൽ കൂടുതൽ ടൈംസ് കൂടുതലായിരിക്കും. ദാറ്റ് മീൻസ് മോളിക്യൂൾസ് എല്ലാം വെൽ സെപ്പറേറ്റഡ് ആണ്. അതിനർത്ഥം എന്താണ്? അതിന്റെ ഇന്ററാക്ഷൻ കുറവാണ്, നെഗ്ലിജിബിൾ ആണ്, അവർ ഇന്ററാക്ട് ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് വേണമെങ്കിൽ എല്ലാ മോളിക്യൂളും, അത് ഒരു മോളിക്യൂളും മറ്റൊരു മോളിക്യൂളായിട്ട് ഒരു ബന്ധമില്ല, സോ അവരിങ്ങനെ സ്ട്രെയിറ്റ് ലൈനിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയാം, ഒബേയിങ് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ. ആ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം, ദിൽ കണ്ടിന്യൂ ഇൻ മോഷൻ. പക്ഷെ ചില സമയത്ത് ഇവരെ അടുത്ത് വരികയും മറ്റേ മോളിക്യൂൾസിന്റെ ഫോഴ്സസ് ഇവർക്ക് അനുഭവപ്പെടുകയും ചെയ്യും. അങ്ങനെ അവരുടെ വെലോസിറ്റി ചേഞ്ച് ആവാം. അപ്പൊ ആ പ്രോസസ്സാണ് എന്ത്? കൊളീഷൻ. സോ മോളിക്യൂൾസിന് അങ്ങോട്ടും ഇങ്ങോട്ടും കൊളൈഡ് ചെയ്യാം. അതുപോലെ തന്നെ വി ക്യാൻ കൊളൈഡ് വിത്ത് ഈച്ച് അതർ ഓർ വിത്ത് ദ വോൾസ് ഓഫ് ദ കണ്ടെയ്നർ ഓൾസോ. അതായത് ഈ കൊളീഷൻ എന്ന് പറഞ്ഞാൽ മറ്റൊരു മോളിക്യൂളുമായിട്ടും ഒരു മോളിക്യൂളിന് നടത്താം, അല്ലെങ്കിൽ വോൾസുമായിട്ടും, ഏത് കണ്ടെയ്നറിലാണോ എവിടെയാണോ ഇരിക്കുന്നതിന്റെ വോൾസുമായിട്ടും അതിന് കൊളൈഡ് ചെയ്യാം. അങ്ങനെ കൊളൈഡ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ആ മോളിക്യൂൾ പോയിക്കൊണ്ടിരുന്ന പാത്ത് ചേഞ്ച് ആവും. ദാറ്റ് മീൻസ് അതിന്റെ വെലോസിറ്റി ചേഞ്ച് ചെയ്യും ആ സമയത്ത്. ഓക്കെ, അതിന്റെ വെലോസിറ്റി ചേഞ്ച് ചെയ്യും. അപ്പം ഇവിടെ ഇപ്പൊ ഇങ്ങനെ നടക്കുന്ന കൊളീഷൻസ്, ഈ ഗ്യാസിൽ നടക്കുന്ന കൊളീഷൻസ് എല്ലാം ഇലാസ്റ്റിക് കൊളീഷൻസ് ആണ്. നമ്മൾ അങ്ങനെയാണ്, ഇലാസ്റ്റിക് കൊളീഷൻസ് ആണ് ഗ്യാസ് നടക്കുന്നത്. ഓക്കെ, അപ്പം ഇത് വെച്ചിട്ട് ഇപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ എന്താണ് ഒരു ഗ്യാസിന്, ഒരു ഐഡിയൽ ഗ്യാസിന്റെ പ്രഷറിന്റെ ഇക്വേഷൻ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പം മോളിക്യൂൾസ് എല്ലാം റാൻഡം മോഷനിലാണ്, അവർ കൊളൈഡ് ചെയ്യും, എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊളൈഡ് ചെയ്യും. അത് മാത്രവുമല്ല വോൾസുമായിട്ട് അവർക്ക് കൊളീഷൻ പോസിബിൾ ആണ്. ഈ കൊളീഷൻസ് എല്ലാം ഇലാസ്റ്റിക് കൊളീഷൻസ് ആണ്. ഇലാസ്റ്റിക് കൊളീഷൻ മീൻസ് ഒരു ഇലാസ്റ്റിക് കൊളീഷന് ടോട്ടൽ കൈനറ്റിക് എനർജി ബിഫോർ ആൻഡ് ആഫ്റ്റർ കൊളീഷൻ കൺസേർവ്ഡ് ആയിരിക്കും, ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ ടോട്ടൽ മൊമെന്റവും കൺസേർവ്ഡ് ആയിരിക്കും. അപ്പൊ അതാണ് ഇലാസ്റ്റിക് കൊളീഷന്റെ പ്രത്യേകത. അപ്പൊ നമ്മൾ ഇത് വെച്ചിട്ട് ഒരു ഐഡിയൽ ഗ്യാസിന്റെ പ്രഷറിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ അതെന്ന് പറയുന്നത് 13.4.1 എന്ന് പറയുന്ന സബ്സെക്ഷനിലാണ് അത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, പ്രഷർ ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ്, ഒരു ഐഡിയൽ ഗ്യാസിന്റെ പ്രഷറാണ് ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ഇനിയിപ്പോ കാണാൻ പോവാണ്, ഈ പിക്ചറിന്റെ അകത്ത് ആക്ച്വലി കാണിച്ചിരിക്കുന്നത് ഒരു ഗ്യാസ് മോളിക്യൂള് ഒരു ഇലാസ്റ്റിക് കൊളീഷൻ അണ്ടർഗോ ചെയ്യുന്നത്. ഇതൊരു ഗ്യാസ് മോളിക്യൂളാണ്. ആ ഗ്യാസ് മോളിക്യൂള് ഈ വോള്, ഇതെന്ന് പറയുന്നത് ഒരു കണ്ടെയ്നറാണ്, ഒരു ക്യൂബിക് കണ്ടെയ്നറാണ്. ഇതിന്റെ വോളുമായിട്ട് വോളുമായിട്ട് കൊളൈഡ് ചെയ്യുന്നതാണ്. കൊളൈഡ് ചെയ്യുന്ന ഒരു ഇലാസ്റ്റിക് കൊളീഷന്റെ പടമാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഓക്കെ, അപ്പം അതായത് ഇപ്പം നമ്മുടെ ഗ്യാസ്, ഇതിൻ്റെ അകത്ത് ഒരു മോളിക്യൂളിന്റെ പിക്ചർ, ഒരു മോളിക്യൂളിന്റെ ഇലാസ്റ്റിക് കൊളീഷൻ ആണ് നമ്മൾ ഈ പിക്ചറിലൂടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം എന്താണ്, ഇവിടെ ഒരു ഗ്യാസ് ഒരു ക്യൂബില്, ഹിയർ വി ഹാവ് എ ക്യൂബ് അല്ലേ, നമുക്ക് ഈ ഒരു എൻക്ലോഷർ, ഈ ഒരു കണ്ടെയ്നർ എന്ന് പറയുന്നത് ക്യൂബിക് ഷേപ്ഡ് കണ്ടെയ്നർ ആണ്. ആ ക്യൂബിന്റെ ലെങ്ത് എന്ന് പറയുന്ന ഓരോ സൈഡിലേക്കുള്ള അതിന്റെ ലെങ്ത് എന്ന് പറയുന്ന L ആണ്, L. ഓക്കെ, അപ്പം സൈഡ് ലെങ്ത് L ഉള്ള ഒരു ക്യൂബാണ്. അതിൻ്റെ അകത്ത് ഒരു ഗ്യാസ് ഫില്ല് ചെയ്തിരിക്കുകയാണ്. അപ്പം അതിന്റെ ആക്സിസ് നോക്കുക, ഇവിടുത്തെ എക്സ് ആക്സിസും വൈ ആക്സിസും. എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ അതിന്റെ സൈഡിന് തന്നെ പാരലായിട്ട് എടുത്തിരിക്കുകയാണ്. അതിന്റെ ഒരു സൈഡ് ലോങ്ങേറ്റ് ചെയ്തിട്ട് വൈ ആക്സിസ് എടുത്തിരിക്കുന്നു. അതിന്റെ ഹൈറ്റ് തന്നെ പാരലായിട്ട് എന്ത് ചെയ്തെടുത്തിരിക്കുന്നു, സെഡ് ആക്സിസ് എടുത്തിരിക്കുന്നു. അങ്ങനെയാണ് പിക്ചറിൽ നമുക്ക് കാണാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ഈ ഒരു ഷേപ്പ് ഓഫ് ദ കണ്ടെയ്നർ ക്യൂബ് ആയിട്ടാണ്. അപ്പം ഏത് ഷേപ്പും എടുക്കാം. ഇതേ സ്റ്റെപ്സിലൂടെ തന്നെ നമുക്ക് ഐഡിയൽ ഗ്യാസിന്റെ പ്രഷർ ഡിറൈവ് ചെയ്യാം. ഓക്കെ, കാര്യം നിങ്ങൾക്ക് ഫൈനലി ആ പ്രഷർ എന്ന് പറയുന്ന ഏരിയ ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് കിട്ടാൻ പോകുന്നത്.
ഇത് ഏത് ഷേപ്പ് എടുത്താലും നമുക്ക് ഡെറിവേറ്റീവ് ഇത് എടുക്കുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പം ഒരു മോളിക്യൂളിനെ കൺസിഡർ ചെയ്യുന്നു ഇവിടെ. ഇതൊരു മോളിക്യൂളാണ്. ഓക്കെ, ഇതൊരു മോളിക്യൂളാണ്. ആ മോളിക്യൂളിന്റെ വെലോസിറ്റിയാണ് Vx, Vy, Vz. ഇത് ഓരോ ഡയറക്ഷനിലേക്കുള്ള അതിന്റെ വെലോസിറ്റിയാണ് തന്നിരിക്കുന്നത്. എക്സ് ആക്സിസിലേക്കുള്ളത് Vx, മറ്റത് Vy, Vz. ഓക്കെ, അപ്പം ഇതിന്റെ നെറ്റ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇതിന്റെ റിസൾട്ടന്റ് ആയിരിക്കും. ഓക്കെ, അപ്പം ഇതിന്റെ വെലോസിറ്റി ഇവിടെ കാണിച്ചിരിക്കുന്നു. അത് ഈ ഒരു പ്ലെയിനിലേക്ക് വന്ന് ഇടിക്കുകയാണ്. ഇവിടെ വന്നിട്ടാണ് അത് ഇടിക്കുന്നത്. അപ്പൊ ഈ ഒരു പ്ലെയിനിലാണ് അത് വന്ന് ഇടിച്ചിരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് എന്താണ്? അത് YZ പ്ലെയിനിന് പാരലായിട്ട് ഇവിടെ വരുന്നത് നമ്മുടെ YZും കൂടെ എൻക്ലോസ് ചെയ്യുന്ന ഒരു ഇതാണല്ലോ. അപ്പം ഒരു YZ പ്ലെയിനിന് പാരലായിട്ടാണ് ഉള്ള ആ ഒരു പ്ലെനാർ വോളിലാണ് ഈ മോളിക്യൂള് വന്ന് ഇടിക്കുന്നത്. അപ്പം ആ ഒരു പ്ലെയിനിന്റെ, അതായത് ഈ YZ പ്ലെയിനിന്റെ ഈ വന്നിരിക്കുന്ന ആ പ്ലെയിനിന്റെ ഏരിയ എന്ന് പറയുന്നത് L² ആണല്ലോ. ഏരിയ ഈസ് L². ഓക്കെ, അപ്പൊ അവിടേക്കാണ് അത് വന്ന് ഇടിക്കുന്നത്. അപ്പൊ ഇവിടെ കൊളീഷൻ നമുക്ക് ഓൾറെഡി അറിയാം. കൊളീഷൻ ഈസ് ഇലാസ്റ്റിക് ആണ്. അപ്പൊ ഇലാസ്റ്റിക് കൊളീഷന്റെ പ്രത്യേകതയാണ് അത് അതേ വെലോസിറ്റിയിൽ തന്നെ തിരിച്ചു പോകും. അപ്പൊ ഇവിടെ നോക്കുക, അതേ വെലോസിറ്റി തന്നെ അതിങ്ങനെ തിരിച്ചു പോവുകയാണ്. അപ്പൊ തിരിച്ചു പോന്നപ്പോൾ എന്താണ്, അതിന്റെ Y ആക്സിസിനും അതുപോലെ തന്നെ Z ആക്സിസിന്റെ വെലോസിറ്റിക്കും ചേഞ്ച് ഒന്നുമില്ല. പക്ഷെ അതിന്റെ എക്സ് ആക്സിസിന്റെ വെലോസിറ്റി ചേഞ്ച് ചെയ്തു. Y കമ്പോണന്റും Z കമ്പോണന്റിന്റെയും വെലോസിറ്റി എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്തില്ല. ബട്ട് എന്താണ്, എക്സ് കമ്പോണന്റിന്റെ വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നു. -Vx ആയിട്ട് മാറുന്നു കൊളീഷൻ കഴിഞ്ഞപ്പോഴത്തേക്ക്. ഓക്കെ, അപ്പം വെലോസിറ്റി ആഫ്റ്റർ കൊളീഷൻ എന്ന് പറയുന്നത് -Vx, Vy, Vz. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറ്റും? അപ്പം വെലോസിറ്റി ബിഫോർ കൊളീഷൻ എന്ന് പറയുന്നത്, കൊളീഷന് മുന്നേ ഉള്ള വെലോസിറ്റി എന്ന് പറയുന്നത് Vx, Vy, Vz ആയിരുന്നു. ആൻഡ് വെലോസിറ്റി ആഫ്റ്റർ കൊളീഷൻ, കൊളീഷന് ശേഷം ഉണ്ടായ വെലോസിറ്റി നോക്കുകയാണെങ്കിൽ നമ്മുടെ Vx ചേഞ്ച് ചെയ്തു, Vyയും Vzും എന്താണ്, ഒരേപോലെ ഇരിക്കുകയാണ്. ഓക്കെ, കാര്യം ഇവിടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇലാസ്റ്റിക് കൊളീഷൻ ആണ്. അപ്പൊ ഇലാസ്റ്റിക് കൊളീഷനിൽ അതേ വെലോസിറ്റിയിൽ തിരിച്ചു വരും. അപ്പം ഇത് ഹിറ്റ് ചെയ്തിരിക്കുന്നത് YZ പ്ലെയിനിലായതുകൊണ്ട് എന്താണ്, YZ പ്ലെയിനിന് പാരലായിട്ടുള്ള ഒരു YZ പ്ലെയിനിന് പാരലായിട്ടാണ് നമ്മുടെ ഏരിയ കിടക്കുന്നത്, ഹിറ്റിംഗ് ഏരിയ. ദാറ്റ്ഫോർ YZ വെലോസിറ്റി ചേഞ്ച് ഡയറക്ഷൻ ചേഞ്ച് ആവുന്നില്ല. പക്ഷെ എന്താണ്, നമ്മുടെ എക്സ് കമ്പോണന്റ് സൈൻ റിവേഴ്സ് ആയിരിക്കുന്നത്, അതിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നത് കൊണ്ടാണ്. ഓക്കെ, അപ്പം ചേഞ്ച് ഇൻ മൊമെന്റം ഓഫ് ദ മോളിക്യൂൾ, നമ്മൾ ഒരു മോളിക്യൂൾ ആണ് എടുത്തത്, അതിന്റെ മൊമെന്റം ചേഞ്ച് എന്ന് പറയുന്നത് എന്താണ്, ചേഞ്ച് ഇൻ മൊമെന്റം. നമുക്കറിയാം Y കമ്പോണന്റിലും ചേഞ്ച് ഇൻ മൊമെന്റം മീൻസ് ഫൈനൽ മൊമെന്റം മൈനസ് ഇനീഷ്യൽ മൊമെന്റം. ഫൈനൽ മൊമെന്റം മൈനസ് ഇനീഷ്യൽ മൊമെന്റം ആണ് മൊമെന്റം ചേഞ്ച്. അപ്പം അതിന് മൊമെന്റത്തിന്റെ ഇക്വേഷൻ നമുക്ക് ഓൾറെഡി അറിയാം, മാസ് ഇൻറ്റു വെലോസിറ്റി. ഇവിടെ നമുക്കറിയാം Y കമ്പോണന്റും Z കമ്പോണന്റും ചേഞ്ച് ഒന്നുമില്ല. അപ്പൊ എക്സ് കമ്പോണന്റ് മാത്രം എടുത്താൽ മതി. ദാറ്റ് ഈസ് ഫൈനൽ മൊമെന്റം എക്സ് കമ്പോണന്റ് മാസ് ഇൻറ്റു ഫൈനൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ -Vx ആണ്. സോ -Vx മൈനസ് ഇനീഷ്യൽ മൊമെന്റം മാസ് ഇൻറ്റു ഇനീഷ്യൽ മൊമെന്റം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ Vx ആയിരുന്നു. സോ ദിസ് വിൽ ബിക്കം -2m V സബ്സ്ക്രിപ്റ്റ് x. ഇതാണ് ചേഞ്ച് ഇൻ മൊമെന്റം ഓഫ് ദ മോളിക്യൂൾ. അത് എക്സ് ഡയറക്ഷനിൽ മാത്രമേ വെലോസിറ്റി ചേഞ്ച് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ ചേഞ്ച് ഇൻ മൊമെന്റം എക്സ് ഡയറക്ഷനിൽ മാത്രമേ ഉള്ളൂ. അപ്പം നമുക്കറിയാം മൊമെന്റം എന്ന് പറയുന്നത് എന്താണ്, കൺസേർവ്ഡ് ആവണം. ഓക്കെ, നമ്മുടെ കൊളീഷൻ എന്ന് പറയുമ്പോഴത്തേക്കും മൊമെന്റം കൺസേർവ്ഡ് ആവണം. അപ്പൊ കൺസേർവ്ഡ് ആവുക എന്ന് പറയുന്നത് കൊണ്ട് തന്നെ നമുക്കറിയാം ബൈ പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം, ഈ മോളിക്യൂളിന് ഇത്രയും മൊമെന്റം ചേഞ്ച് ഉണ്ടായി, ഇത്രയും മോളിക്യൂളിന് മൊമെന്റം ചേഞ്ച് ഉണ്ടായപ്പം ആ മൊമെന്റം കൺസേർവ് ആക്കാൻ ഇത്രയും ആ ചേഞ്ച് എന്ന് പറയുന്നത് എന്ത് ചെയ്യും, കൊളീഷന്റെ സമയത്ത് വോളിന് ഇമ്പാർട്ടഡ് ആവണം. ഓക്കെ, സോ എത്രമാത്രം മൊമെന്റമാണ് വോളിന് കൊടുത്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ നേരെ നെഗറ്റീവ് ആയിരിക്കും വോളിന് ഉണ്ടാവുക. മൊമെന്റം എന്നാലും അവിടെ നമുക്ക് മൊമെന്റം കൺസർവേഷൻ ഉണ്ടാവുള്ളൂ. മൊമെന്റം ഇമ്പാർട്ടഡ് ടു ദ വോൾ ഇൻ കൊളീഷൻ, മൊമെന്റം കൺസേർവ്ഡ് ആവണം എന്നുള്ളത് കൊണ്ട് ഇത് മൈനസ് ആയതുകൊണ്ട് അത് പ്ലസ് ആവും. ഓക്കെ, വോൾ ഇൻ കൊളീഷൻ ഇസ് ഈക്വൽ ടു 2m Vx. അപ്പൊ നമുക്ക് ഈ ഒരു വോളിന്റെ എത്രമാത്രം ഫോഴ്സ് ആണ് ഈ വോളിനുണ്ടായത്, നമ്മുടെ ഇത് വോളിന്റെ ആണ്. അപ്പം വോളിന് എത്രമാത്രം ഫോഴ്സ് ആണ്, അതുപോലെ തന്നെ എത്രമാത്രം പ്രഷർ ആണ് വോളിനുണ്ടായതെന്ന് അറിയാൻ വേണ്ടിയിട്ട്
അത് കാൽക്കുലേറ്റ് ചെയ്യണം നമുക്ക്. അപ്പം അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മൊമെന്റം ഇമ്പാർട്ടഡ് പെർ യൂണിറ്റ് ടൈം വേണം. ഓക്കെ, ഒരു യൂണിറ്റ് ടൈമിൽ എത്രമാത്രം മൊമെന്റം ആയിരിക്കും ബോളിലേക്ക് വന്നതെന്ന് ഇമ്പാർട്ട് ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പം ഒരു ചെറിയ ടൈം ഇന്റർവൽ എടുക്കുകയാണെങ്കിൽ, ഒരു ചെറിയ ടൈം ഇന്റർവൽ ഡെൽറ്റ ടി എന്ന് പറഞ്ഞ ഒരു ചെറിയ ടൈം ഇന്റർവൽ എടുക്കുകയാണെങ്കിൽ അത് എക്സ് കമ്പോണ്ട്, വെലോസിറ്റിയുടെ എക്സ് കമ്പോണ്ട് ആണ് ഇവിടെ ചേഞ്ച് ആവുന്നത്. അപ്പം എക്സ് കമ്പോണ്ട് ഉള്ള ഈ വെലോസിറ്റി, അതായത് വി എക്സ് എന്ന് പറയുന്ന വെലോസിറ്റി ഉള്ള ഒരു മോളിക്യൂൾ, ഈ വി എക്സ് വെലോസിറ്റി ഉള്ള ഒരു മോളിക്യൂള് നമ്മുടെ വോളിനെ എങ്ങനെ, നമ്മുടെ വോളിനെ വന്ന് നമ്മുടെ വോളിൽ വന്ന് ഹിറ്റ് ചെയ്യണമെങ്കിൽ അതിന്റെ ഡിസ്റ്റൻസ് എത്രയായിരിക്കണം, ഈ ഡിസ്റ്റൻസ് എത്ര ആയിരിക്കണം എന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് ഇക്വേഷൻ ഉണ്ട്. ബിക്കോസ് ഡെൽറ്റ ടി എന്ന് പറഞ്ഞ ടൈം ഇന്റർവലിലാണ് വരുന്ന മോളിക്യൂളിന്റെ വെലോസിറ്റി അറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് വെലോസിറ്റി is equal to distance by time അല്ലേ? അപ്പം വി എക്സ് is equal to distance divided by time. സോ ഇതിൻ്റെ അത് നമുക്ക് ഡിസ്റ്റൻസിനെ എങ്ങനെ എഴുതാം? ഡിസ്റ്റൻസ് is equal to, ഇവിടുത്തെ ടൈം എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ടി നമ്മൾ ഓൾറെഡി എടുത്തായിരുന്നു. സോ വി എക്സ് ഇൻറ്റു ഡെൽറ്റ ടി ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോളിൽ നിന്നും ഈ വി എക്സ് ഡെൽറ്റ ടി അകലെയുള്ള ഒരു മോളിക്യൂളിനെ ഡെൽറ്റ ടി ടൈമിൽ വോളിനെ വന്ന് ഹിറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, അപ്പം എത്രമാത്രം ഈ ഡെൽറ്റ ടി എന്ന് പറയുന്ന സമയത്തിന്റെ അകത്ത് ഈ അത്രയും ഡിസ്റ്റൻസിൽ ഉള്ള അത്രയും ഡിസ്റ്റൻസിൽ ഇരിക്കുന്ന ആ മോളിക്യൂളിന്റെ ആ വോളിയം, എത്രമാത്രം വോളിയത്തിൽ നിന്നും വന്ന് ഹിറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ആ ഒരു ഡിസ്റ്റൻസിലുള്ള മോളിക്യൂൾസിന്റെ മൊത്തത്തിലുള്ള ആ വോളിയം എത്രയാണ് എന്നറിയാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? വോളിയം എന്ന് പറയുന്നതിന്റെ ഇക്വേഷൻ നമുക്കറിയാം, ഏരിയ ഇൻറ്റു ലെങ്ത് കൊടുത്താലും നമുക്ക് കിട്ടും. സോ ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് നമ്മൾ, ബിക്കോസ് ദിസ് ഇസ് എൽ സ്ക്വയർ ആൻഡ് ദിസ് ഇസ് എൽ, സോ ഇറ്റ് വിൽ ഗിവ് യു എൽ ക്യൂബ്. ഇപ്പൊ ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വോളിയം കിട്ടും. അത്രയും വോളിയത്തിന്റെ അകത്തുള്ള മോളിക്യൂൾസിനെ ഈ ഡെൽറ്റ ടി എന്ന് പറയുന്ന സമയത്ത് ഈ വോളിനെ വന്ന് ഹിറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളുടെ ഏരിയ എന്ന് പറയുന്നത് നമ്മൾ എ ആയിട്ട് എടുക്കുകയാണെങ്കിൽ, ആൻഡ് ഏരിയ എന്ന് പറഞ്ഞാൽ എ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഡിസ്റ്റൻസ് നമുക്ക് ഓൾറെഡി അറിയാം, വി എക്സ് ഡെൽറ്റ ടി. സോ എ വി എക്സ് ഡെൽറ്റ ടി. അപ്പം ഈ ഒരു വോളിയത്തിന്റെ അകത്തുള്ള, അത് ഈ എ വി എക്സ് ഡെൽറ്റ ടി എന്ന് പറയുന്ന ആ ഒരു വോളിയത്തിന്റെ അകത്തുള്ള മോളിക്യൂൾസിന് മാത്രമേ ഈ വോളിനെ ഡെൽറ്റ ടി സമയത്ത് ഹിറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. പക്ഷെ നമുക്കറിയാം മോളിക്യൂൾസ് എന്ന് പറയുന്നത് വളരെ റാൻഡം മോഷനിലാണ്, അവരെപ്പോഴും മോഷനിലാണ്. അപ്പൊ കുറെ പേര് ഇത്രയും വോളിയത്തിന്റെ അകത്തുള്ള മോളിക്യൂൾ എന്ത് ചെയ്യും? ഹിറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് കുറെ പേര് തിരിച്ച് ഹിറ്റ് ചെയ്തിട്ട് പോവും. അപ്പം ഈ പ്രോസസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ ഓൺ ആൻ ആവറേജ് നമ്മളെപ്പോഴും ഈ ഒരു ഗ്യാസിനെ പറയുമ്പോൾ എപ്പോഴും നമ്മൾ വി ഷുഡ് ഓൾവേസ് ടോക്ക് അബൌട്ട് ആവറേജ് വാല്യൂസ്. അപ്പൊ ഓൺ ആൻ ആവറേജ് നമുക്ക് പറയാം ഒരു ഹാഫ് നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ത് ചെയ്തു? വോളിനെ ഹിറ്റ് ചെയ്തു. അപ്പം ബാക്കി ഒരു അനദർ ഹാഫ് എന്ന് പറയുന്നത് ഇറ്റ് മൂവ്ഡ് അവേ ഫ്രം ദ വോൾ എന്ന് നമുക്ക് പറയാം. ആ ഒരു ആവറേജ് അങ്ങനെ ആയിരിക്കും നമ്മൾ സംഭവിക്കുന്നത്. നടക്കും ഒരു പകുതി മോളിക്യൂൾ ഹിറ്റ് ചെയ്തപ്പോൾ പകുതി മോളിക്യൂൾ തിരിച്ചു വന്നു ആ വോളിയത്തിലേക്ക് തന്നെ എന്ന് നമുക്ക് എടുക്കാം. ഇപ്പോൾ സപ്പോസ് n എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം എന്ന് പറയുന്ന n എന്ന് എടുക്കുകയെന്ന് വിചാരിക്കാം. നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം, ഒരു യൂണിറ്റ് വോളിയത്തിൽ ഉള്ള നമ്പർ ഓഫ് മോളിക്യൂൾസ് n എന്ന് എടുക്കുകയാണെങ്കിൽ ഈ വി എക്സ്, അതായത് വി എക്സ് വി വൈ വി സെഡ് എന്ന് പറയുന്ന ഈ ഒരു വെലോസിറ്റി ഉള്ള എത്രമാത്രം മോളിക്യൂൾസ് ഉണ്ട് ഈ ഒരു വോളിനെ ഹിറ്റ് ചെയ്യുന്നത്, ഇൻ ഡെൽറ്റ ടി എന്ന് പറഞ്ഞ ടൈമിൽ ഹിറ്റ് ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? ഓക്കെ, ഞാൻ എന്ത് ചെയ്താൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് എഴുതുന്ന കുറച്ചും കൂടി ഇതാവും. സോ സപ്പോസ് നൗ വി വാണ്ട് നമ്പർ ഓഫ് മോളിക്യൂൾസ് വിത്ത് വെലോസിറ്റി. നമ്മുടെ വെലോസിറ്റി എന്ന് പറയുന്നത് വി എക്സ്. നമ്മൾ എടുത്ത നമ്മളൊരു മോളിക്യൂളിനെ വെച്ച് പഠിച്ചിട്ട് ഇപ്പൊ നമ്മൾ മൊത്തം എത്രമാത്രം മോളിക്യൂൾസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. ദിസ് വെലോസിറ്റി ഹിറ്റിംഗ് ദ വോൾ, ആ വോളിനെ ഹിറ്റ് ചെയ്യണം. ആൻഡ് ഇൻ ടൈം ഡെൽറ്റ ടി എന്ന് പറഞ്ഞ ടൈമിൽ ഹിറ്റ് ചെയ്യുന്ന എത്ര ഇരിക്കും? അപ്പൊ അങ്ങോട്ട് ചെല്ലുന്നത്
ഹാഫ് നമ്പർ ഓഫ് മൊത്തം മോളിക്യൂൾസിന്റെ ഹാഫേ അങ്ങോട്ട് ചെല്ലുന്നുള്ളൂ എന്ന് നമ്മൾ എടുത്തു. സോ ഹാഫ് ഇൻറ്റു എന്താണ്, അപ്പം ആ നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം ഹാഫ്, അത് ഈ ഒരു നമ്പർ ഓഫ് ഒരു യൂണിറ്റ് വോളിയത്തിലുള്ള മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ n ആണ്. അപ്പം അതിന്റെ പകുതിയെ ചെല്ലുന്നുള്ളൂ. ഇത് പെർ യൂണിറ്റ് വോളിയം ആണ്. അപ്പോൾ നമുക്ക് വേണ്ടത് ഇത്രമാത്രം വോളിയത്തിൽ നിന്ന് പോകുന്നതാണ്. സോ അതിനെ നമ്മൾ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് നമ്പർ ഓഫ് മോളിക്യൂൾസ് തന്നെ കിട്ടും. ബിക്കോസ് ദിസ് ഇസ് നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം. ഇതെന്ന് പറയുന്നത് നമുക്ക് ഇവിടെ നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം, ദാറ്റ് മീൻസ് per volume into അതിനെ വീണ്ടും വോളിയം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സാക്ട്ലി we will get the number of molecules which is hitting on the wall. അപ്പോൾ അതാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, NaVx delta T. ഓക്കെ, അപ്പൊ ഈ ഒരു എക്സ്പ്രഷൻ നമുക്ക് കിട്ടി. ഇനി നോക്കാം, നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു ഒരു സിംഗിൾ മോളിക്യൂള് വോളിലേക്ക് ഇമ്പാർട്ട് ചെയ്യുന്ന മൊമെന്റം imparted to the wall in collision. This is by a single molecule. നമ്മൾ പറഞ്ഞ ഒരൊറ്റ മോളിക്യൂൾ ആണ് ഇവിടെ ഈ പിക്ചറിൽ കാണിച്ചിരുന്ന ഒറ്റ മോളിക്യൂളിന്റെ ആണ്. അത് നമ്മൾ ഓൾറെഡി കണ്ടിരുന്നു, നമ്മൾ കണ്ടു 2mVx. അപ്പൊ ഈ ഇത്രയും മോളിക്യൂൾസ് ആണ് ഇപ്പോൾ ഉള്ളത്. ഇത്രയും മോളിക്യൂൾസ് ഇപ്പം ഉണ്ട്. ഇതെല്ലാം കൂടി ഇമ്പാർട്ട് ചെയ്യുന്ന ആ ഒരു മൊമെന്റം എത്രയായിരിക്കും അത് കണ്ടുപിടിക്കാൻ ഈ ക്വാണ്ടിറ്റിയെ നമുക്ക് ഈ ക്വാണ്ടിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയല്ലോ. സോ അതാണ് ഇനി അവിടെ എഴുതാൻ പോകുന്നത്. ദാറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ Q. ടോട്ടൽ മൊമെന്റം ട്രാൻസ്ഫർഡ് ടു ദ molecules, total momentum transferred to the wall, transferred to the wall by the molecules, by these molecules in delta T. അപ്പൊ അതിന് Q എന്ന് കൊടുക്കുകയാണെങ്കിൽ ഒരൊറ്റ മോളിക്യൂൾ ഇമ്പാർട്ട് ചെയ്യുന്ന 2mVx ആണ്. ഇപ്പോഴത്തെ നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ന് പറയുന്നത് ഇത്രയുമാണ് നമ്മൾ കണ്ടുപിടിച്ചു. സോ മൾട്ടിപ്ലൈ NaVx delta T. ഓക്കെ, അപ്പം നമുക്ക് ഇനി മറ്റൊരു കാര്യം, ഫോഴ്സ് എന്ന് പറയുന്നത് റേറ്റ് ഓഫ് മൊമെന്റം ട്രാൻസ്ഫർ ആണ്. ഓക്കെ, നമുക്ക് ഓൾറെഡി അറിയാം ഇസ് ഈക്വൽ ടു dp/dt. റേറ്റ് ഓഫ് മൊമെന്റം ട്രാൻസ്ഫർ ആണ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഈ വോളിലെ ഫോഴ്സ് നമുക്ക് അതാണ് കണ്ടുപിടിക്കുന്നത്. ഫോഴ്സ് ഓൺ ദ വോൾ എന്ന് പറയുന്നത് അതിന്റെ റേറ്റ് ഓഫ് മൊമെന്റം ട്രാൻസ്ഫർ ആണല്ലോ. ഇവിടുത്തെ മൊമെന്റം എന്ന് പറയുന്നതാണ് Q ആയിട്ട് റെപ്രസെന്റ് ചെയ്തത്. അപ്പം Q/Δt ആയിരിക്കും ഫോഴ്സ് ഓൺ ദ വോൾ. ഓക്കെ, so force on the wall is the which is equal to rate of momentum transfer. എത്രമാത്രം മൊമെന്റം ട്രാൻസ്ഫറിന്റെ റേറ്റ് ആണ് ഇവിടെ നമ്മുടെ മൊമെന്റം ട്രാൻസ്ഫർ മൊമെന്റം എത്രമാത്രം എന്നുള്ളത് നമ്മൾ Q ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്തത്. അതിന്റെ റേറ്റ് എന്ന് പറയുമ്പോൾ അതിനെ ടൈം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇത് സംഭവിക്കുന്നത് ഡെൽറ്റ ടി എന്ന് പറഞ്ഞ ടൈമിലാണ്. സോ Q/Δt. ആൻഡ് വൺ മോർ തിങ്, വി നോ പ്രഷർ എന്ന് പറയുന്ന ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ആണ് അല്ലെ, പ്രഷർ. സോ പ്രഷർ ഓൺ ദ വോൾ, ഈ രണ്ട് ഇക്വേഷൻ ആണ്. പ്രഷർ ഈസ് ഫോഴ്സ് ബൈ ഏരിയ. ഇത് നമ്മൾ അറിഞ്ഞപ്പോൾ ഓൾറെഡി നമ്മൾ കണ്ടാണ്, ഒന്നുകൂടെ കൂടെ റേസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ പ്രഷർ ഓൺ ദ വോൾ P ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ വിച്ച് ഈസ് ഈക്വൽ ടു ഫോഴ്സ് എന്ന് പറയുന്ന Q/Δt. അപ്പൊ ഇൻറ്റു ഡിവൈഡ് ബൈ വീണ്ടും ഒരു ഏരിയ. അപ്പൊ ഇനി നമുക്ക് ഇട്ട് കൊടുക്കാം. Q എന്ന് പറയുന്നത് 2mVx താഴെയാണ്, ഹാഫ് NaVx delta T by A. ഓക്കെ, ബൈ A ഇൻറ്റു ഡെൽറ്റ ടി. അപ്പൊ ഇതിൻ്റെ അത് നോക്കുക, ഡെൽറ്റ ടിയും ക്യാൻസൽ ആവുന്നു, എയും ക്യാൻസൽ ആവുന്നു. ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ ഒരു 2 ഉണ്ട്. സോ മിച്ചം വരുന്നത് NmVx². ഓക്കെ, അപ്പൊ നമുക്ക് പ്രഷറിന്റെ ഇക്വേഷൻ കിട്ടിയിരിക്കുന്നത് NmVx² എന്നാണ്. പ്രഷർ എന്ന് പറഞ്ഞാൽ NmVx² എന്നാണ് നമുക്കിപ്പോ കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഓൾറെഡി ഇനി കുറച്ച് ഫാക്ട്സും കാര്യങ്ങളും, അതായത് കുറച്ച് ഈ ഗ്യാസ് മോളിക്യൂൾസിനെ കുറിച്ചുള്ള അറിവ് വെച്ചിട്ടാണ് ഇനി ബാക്കി കാര്യങ്ങളിലേക്ക് വരുന്നത്. നോക്കുക, ഇപ്പൊ ഗ്യാസിലെ മോളിക്യൂൾസ് എന്ന് പറയുന്ന എല്ലാത്തിനും ഒരേ വെലോസിറ്റി ആയിരിക്കില്ല. അപ്പം Vx എന്ന് പറയുന്ന ഒരേ വെലോസിറ്റി ആയിരിക്കില്ല എല്ലാത്തിനും. ഒരു ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെലോസിറ്റി ആയിരിക്കുമല്ലോ, പല വെലോസിറ്റി ആയിരിക്കും, ഇങ്ങനെ മൂവ്മെന്റ് നടക്കുവാണല്ലോ. അപ്പം നമ്മള് ഇവിടെ ഈ ഒരു എക്സ്പ്രഷൻ പറഞ്ഞപ്പോൾ Vx എന്ന് പറഞ്ഞൊരു വെലോസിറ്റി സ്പെസിഫൈ ചെയ്തു. അപ്പം ഇവിടെ ഈ ഒരു ഇക്വേഷൻ ആപ്ലിക്കബിൾ ആവുന്നത് Vx വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന ഗ്യാസ് പാർട്ടിക്കിൾസിന്റെ പ്രഷർ മാത്രമേ ഇവിടെ
എന്ത് ഇത് വെച്ച് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഏത് കുറെ ഗ്രൂപ്പ് ഓഫ് മോളിക്യൂൾസ് CVX എന്ന് പറഞ്ഞ സ്പീഡിൽ മൂവ് ചെയ്യും. അപ്പൊ അതിന്റെ പ്രഷറേ പറ്റുള്ളൂ. ഓക്കെ. ആൻഡ് ഈ N എന്ന് പറയുന്നത് ആ ഒരു പർട്ടിക്കുലർ എന്താണ് നമ്പർ ഡെൻസിറ്റി, ഈ ഒരു VX വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന ആ ഗ്രൂപ്പ് ഓഫ് മോളിക്യൂൾസിന്റെ നമ്പർ ഡെൻസിറ്റിയാണ് ഇവിടുത്തെ N എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, എല്ലാ ഗ്രൂപ്പ്സിനും, അത് പല പല വെലോസിറ്റിയിൽ ഇങ്ങനെ മോഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന പല പല വെലോസിറ്റിയിലും എന്താണ് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ എല്ലാ മോളിക്യൂൾസിന്റെയും മൊത്തം പ്രഷറാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ടോട്ടൽ പ്രഷറിനെ നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ. അപ്പൊ ടോട്ടൽ പ്രഷറിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? സോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ബട്ട് ഇഫ് യു വാണ്ട് ദ ടോട്ടൽ പ്രഷർ, നമുക്ക് ടോട്ടൽ പ്രഷർ വേണമെങ്കിൽ എന്താ, നമുക്ക് ഈ ഒരു ഫുൾ ടോട്ടൽ പ്രഷർ എല്ലാത്തിന്റെയും കൂടി വേണമെങ്കിൽ നമ്മൾ ഇതിന്റെ ഒരു ആവറേജ് വാല്യൂ എടുക്കണം. ഓക്കെ. അതായത് ഇപ്പം നമ്മളിവിടെ കിട്ടിയിരിക്കുന്നുണ്ട്, നമുക്ക് എക്സ് ആക്സിസിലുള്ള എന്താണ് ഒരു ഗ്രൂപ്പ് ഓഫ് VX വെലോസിറ്റി എക്സ് ആക്സിസിലൂടെ മൂവ് ചെയ്യുന്ന ആ രീതിയിൽ അത് VX വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്യുന്നതിന്റെ ഇതാണ് കണ്ടുപിടിച്ചത്. ഓക്കെ. അപ്പം മൊത്തം ടോട്ടൽ പ്രഷർ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമുക്ക് കിട്ടിയ NM VX² ആവറേജ് വാല്യൂ എടുക്കണം. ഇങ്ങനെ പല പല എന്താണ് VX വെലോസിറ്റി പോകുന്നതിന്റെ എല്ലാം കൂടെ ആവറേജ് ആണ് എന്നുള്ള തരത്തിൽ ഇവിടെ എടുക്കുകയാണ്. അതായത് ഈ VX² ഒരു ആവറേജ് വെലോസിറ്റി എടുക്കുകയാണ്. ഓക്കെ. നമ്മൾ ആവറേജ് എടുക്കുന്നതിന്റെ കാര്യം, ഗ്യാസിൽ എപ്പോഴും എന്താണ് എല്ലാം മോഷനിലാണ് ആവറേജ് വെലോസിറ്റി എടുക്കുന്നത്. ഓക്കെ. ഞാൻ ഒന്നുകൂടെ പറയാം. നമ്മൾ ടോട്ടൽ പ്രഷർ, അതായത് ഇപ്പം നമ്മൾ ഇവിടെ ഇക്വേഷന്റെ അകത്തേക്ക് കണ്ടുപിടിച്ചത് VX വെലോസിറ്റിയിൽ പോകുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് മോളിക്യൂൾസിന്റെ എന്താണ് പ്രഷറാണ് കണ്ടുപിടിച്ചത്. ഇനി നമുക്ക് എല്ലാ ഗ്രൂപ്പ്സിന്റെയും പ്രഷർ വേണം. ദാറ്റ് മീൻസ് നമ്മൾ ആ എല്ലാ ആക്സിസും അവിടെ സ്പെസിഫൈ ചെയ്യണം, അല്ലെ? അത് ഇപ്പം VY VZ അങ്ങനെ ആ ഡയറക്ഷനിൽ ആ വെലോസിറ്റി പോകുന്നതൊക്കെ നമ്മളിവിടെ കൺസിഡർ ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത് ഈ VX² ആവറേജ് ചെയ്യുന്ന, അത് ആവറേജ് ഓഫ് VX² എടുക്കുകയാണ്. അതിലേക്ക് വരുന്നതിന് മുന്നേ VX² ആവറേജ് വാല്യൂ എടുക്കുകയാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാസസ് എപ്പോഴും മോഷനിലാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഒരു ആവറേജ് വാല്യൂ നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ആവറേജ് വാല്യൂ VX² ബാർ എന്ന് പറയുന്നത് ദിസ് ഇസ് ദ ആവറേജ് ഓഫ് VX². ഓക്കെ. ഇനി ബാക്കി വരുമ്പോൾ മനസ്സിലാവും. സോ ഈ ഗ്യാസ് എന്ന് പറയുന്നത് ഈ ഐസോട്രോപിക് ആണ്. ഇപ്പം ഗ്യാസസ് ഐസോട്രോപിക് എന്ന് പറഞ്ഞാൽ എല്ലാ ഡയറക്ഷൻസിലേക്കും പ്രോപ്പർട്ടീസ് സെയിം ആയിരിക്കും. അപ്പം എന്താണ്, നമുക്ക് അവിടെ പ്രിഫേർഡ് ഡയറക്ഷൻ ഓഫ് വെലോസിറ്റി എന്നൊന്നുമില്ല, എല്ലായിടത്തേക്കും ഒരുപോലെ ആയിരിക്കും. അപ്പൊ നമ്മളിവിടെ എടുത്തിരിക്കുന്ന ഒരു ക്യൂബ് ആയതുകൊണ്ട് തന്നെ ഈ ആവറേജ് വാല്യൂ ഓഫ് VX² തന്നെ ആയിരിക്കും ആവറേജ് വാല്യൂ ഓഫ് VY². ആ സ്ക്വയർ സ്പീഡിന്റെ ആവറേജും അതുപോലെ തന്നെ Z ഡയറക്ഷനിലേക്കുള്ള സ്ക്വയർ ഓഫ് ദി സ്പീഡിന്റെ ആവറേജ് വാല്യൂ എല്ലാം സെയിം ആയിരിക്കും. അപ്പം ഈ 3 ഡയറക്ഷന്റെയും ആവറേജ് സ്പീഡ് എടുക്കുമ്പോൾ എങ്ങനെയിരിക്കും? ആവറേജ് സ്പീഡ് along the 3 directions. ആ ഒരു 3 ഡയറക്ഷൻസിലേക്കും ആവറേജ് സ്പീഡ് എടുക്കുക മീൻസ് ഇതിനെ 3നെയും കൂടി ആഡ് ചെയ്തിട്ട് ഡിവൈഡ് ബൈ 3. 3 ക്വാണ്ടിറ്റി ആണല്ലോ ഉള്ളത്. സോ VX² ബാർ പ്ലസ് VY² ബാർ പ്ലസ് VZ² ബാർ. അപ്പോൾ ഇതിനെ ഈ VX² ബാർ പ്ലസ് VY² ബാർ പ്ലസ് VZ² ബാറിനെ V² ബാർ എന്ന് എടുക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബിക്കം 1/3 V² ബാർ. അതിവിടെ V എന്ന് പറയുന്നത് സ്പീഡ്, V എന്ന് പറയുന്നത് ഈ മോളിക്യൂൾസിന്റെ ആവറേജ് സ്പീഡ് ആണ്. ആൻഡ് നമ്മുടെ V² എന്ന് പറയുന്നത് മീൻ ഓഫ് ദ സ്ക്വയേർഡ് സ്പീഡ് ആണ്. മീൻ ഓഫ് ദ സ്ക്വയേർഡ് സ്പീഡ്, ആ സ്ക്വയേർഡ് സ്പീഡിന്റെ മീൻ ആണ് V² കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ അങ്ങനെ നമുക്ക് എന്താണ് എല്ലാ ക്വാണ്ടിറ്റീസിന്റെ എടുക്കുമ്പോൾ നമുക്ക് കിട്ടിയില്ല എല്ലാ ഗ്രൂപ്പ് ഓഫ് മോളിക്യൂൾസിനെയും കൂടെ ആ ഒരു പ്രഷർ എന്ന് പറയുന്നതിന്റെ എക്സ്പ്രഷൻ വി വിൽ ഫൈൻഡ് ഇറ്റ് ലൈക്ക്, ഇവിടെ നമുക്ക് കിട്ടിയത് NM VX² ആണ്. അത് പകരം 1/3 NM
വി ബാർ സ്ക്വയർ എന്ന് കിട്ടും. ഇവിടെ നമ്മൾ ഏത് മോളിക്യൂൾസ് ഏത് വെലോസിറ്റിയിൽ എല്ലാ വെലോസിറ്റിയും ഇവിടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു എക്സ്പ്രഷനിൽ ദോസ് മോളിക്യൂൾസ് വിച്ച് മൂവ്സ് വിത്ത് ദ സ്പീഡ് vx അവരെ മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. അതിൻ്റെ എല്ലാ ഡയറക്ഷനിലേക്കും ഏത് സ്പീഡിലേക്കും മൂവ് ചെയ്യുന്ന എല്ലാത്തിനെയും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് ദിസ് വൺ. P is equal to 1/3 nm v bar square v square bar. ഓക്കെ, അപ്പം ഇനിയിപ്പോ നമുക്ക് ഈ ഒരു ഫൈനൽ എക്സ്പ്രഷനിൽ നോക്കൂ, ഇവിടെ ഏരിയ ഡിപ്പെൻഡൻസ് ഇവിടെ ഇല്ല. ഓക്കെ, ആൻഡ് നമുക്ക് പാസ്കൽ ലോ അനുസരിച്ച് ഏതെങ്കിലും ഒരു ഗ്യാസിന്റെ ഏതെങ്കിലും ഒരു പോർഷനിലെ അതേ പ്രഷറിനെ ആയിരിക്കും പ്രഷർ ഈക്വലി ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പൊ ഒരു പോർഷനിലേക്ക് വരുന്ന പ്രഷറായിരിക്കും മറ്റൊരു പ്രഷറിലേക്കും വരിക. അപ്പം പിന്നെ നമ്മൾ ഇവിടെ ഇപ്പം ഇതിങ്ങനെ ഡിറൈവ് ചെയ്തപ്പോഴത്തേക്കും നമ്മൾ വോൾസുമായിട്ടുള്ള നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തത് തന്നെ ഒരു മോളിക്യൂള് ഒരു വോളിനെ ഹിറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ്. ഒരു മോളിക്യൂൾ ഒരു വോളിനെ ഹിറ്റ് ചെയ്യുന്നു, അത് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ ഈ മോളിക്യൂൾ ഇങ്ങനെ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞ് തിരിച്ചിവിടെ എങ്ങാനും ഒരു മോളിക്യൂൾ ഇരിപ്പുണ്ട്, അതിനെ ചെന്ന് തട്ടിയാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് നമ്മൾ ചിന്തിച്ചിട്ടില്ല. പക്ഷെ അങ്ങനെ ചിന്തിക്കാതെ അതിന് ഓൺ ദ വേ അത് വേറെ എവിടെയെങ്കിലും പോയി തട്ടി വരുമോ അങ്ങനെയൊന്നും ചിന്തിക്കാതെയാണ് നമ്മളിത് ഇക്വേഷനിലേക്ക് വന്നത്. എന്നാലും ഇത് എറോണിയസ് അല്ല, ഇത് ശരിയായ ഒരു ഇക്വേഷൻ തന്നെ ആണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും ഇതിൻ്റെ അകത്ത് ഈ ഒരു വി സ്ക്വയർ ബാർ എടുക്കുന്നുണ്ട്. കൊളീഷൻസ് എല്ലാം റാൻഡം ആണ്, ബട്ട് ഇതിങ്ങനെ മോളിക്യൂൾ എപ്പോഴും ഇങ്ങനെ കൊളൈഡ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ആൻഡ് ഗ്യാസ് എന്ന് പറയുന്നത് അതിന്റെ സ്റ്റഡി സ്റ്റേറ്റിലാണ്. അതിന്റെ പ്രഷർ എന്ന് പറയുന്നത് സമയത്തിനനുസരിച്ച് മാറുന്നില്ല. ഓക്കെ, അങ്ങനത്തെ ഒരു കേസിനാണ് നമ്മൾ എടുക്കുന്നത്. സ്റ്റഡി സ്റ്റേറ്റ് ആണത്, പ്രഷർ ഒരിക്കലും സമയത്തനുസരിച്ച് മാറുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പം ഏതെങ്കിലും ഒരു മോളിക്യൂൾ ഉണ്ടെന്ന് വിചാരിക്കാം. ഒരു മോളിക്യൂള് അതിന്റെ വെലോസിറ്റി Vx-ഉം Vy-ഉം Vz-ഉം ആണെന്ന് വിചാരിക്കാം. അത് ഒരു വേറൊരു മോളിക്യൂളിനെ പോയി വോളിൽ തട്ടി അത് കഴിഞ്ഞ് വേറൊരു മോളിക്യൂളിനെ പോയി കൊളൈഡ് ചെയ്ത് അതിന് വേറെ എന്തെങ്കിലും ഒരു വെലോസിറ്റിയിലേക്ക് അത് മാറുകയെന്ന് വിചാരിക്കാം വേറെ എവിടെയെങ്കിലും. അതായത് അതിന്റെ ഈ ഒരു വെലോസിറ്റി ചേഞ്ച് ചെയ്തിട്ട്, അതായത് ഒരു മോളിക്യൂൾ അതിന്റെ ഇനിഷ്യൽ വെലോസിറ്റി Vx, Vy, Vz ആണ്, അത് വേറെ ഏതെങ്കിലും ഒരു മോളിക്യൂളിനെയൊക്കെ തട്ടി എന്നിട്ട് അതിന്റെ വെലോസിറ്റി വേറെ എന്തെങ്കിലും ആയിട്ട് ചേഞ്ച് ചെയ്യുന്ന വിചാരിക്കാം. പക്ഷെ അങ്ങനെ ചേഞ്ച് ചെയ്യും. അപ്പൊ നമ്മളിവിടെ മറ്റൊരു മോളിക്യൂളുമായിട്ട് തട്ടി ഉണ്ടാകുന്ന വെലോസിറ്റി ചേഞ്ച് ഉൾപ്പെടുത്തിയിട്ടില്ല. പക്ഷെ ഉറപ്പായിട്ടും നമുക്ക് എപ്പോഴും വേറൊരു മോളിക്യൂൾ എടുക്കുമ്പോൾ ആ ഒരു എല്ലാ കേസിലും വരുന്ന വെച്ചാൽ ആ ഒരു മോളിക്യൂൾ മറ്റൊരു മോളിക്യൂളിലെ പക്ഷെ എപ്പോഴും അവിടെ ഉണ്ടാവും. അതിന് വേറൊരു ഇനീഷ്യൽ വെലോസിറ്റി, അത് എന്നിട്ട് ഈ ഒരു Vx, Vy, Vz എന്നുള്ള വെലോസിറ്റിയിലേക്ക് ഫൈൻഡ് ഒരു കൊളീഷൻ കഴിഞ്ഞ് സെറ്റിൽ ആവാം. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ ആയതുകൊണ്ട് എപ്പോഴും എന്താണ് ആ ഒരു പർട്ടിക്കുലർ വെലോസിറ്റി ഉള്ള വേറെ കുറെ ആൾക്കാർ എപ്പോഴും ഉണ്ടാവാം. അതർവൈസ് എന്താണ് ഇങ്ങനത്തെ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെലോസിറ്റി ഇല്ലെങ്കിൽ അതിന് സ്റ്റഡി സ്റ്റേറ്റ് ആയിട്ട് അത് സ്റ്റഡി ആയിട്ട് ഇരിക്കില്ല. അത് പ്രഷർ ചേഞ്ച് ഉണ്ടാവും സമയത്തനുസരിച്ച്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കാര്യം ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ആവറേജ്ഡ് വാല്യൂ എടുക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു മറ്റ് മോളിക്യൂൾസ് ആയിട്ടുള്ള കൊളീഷനെ നമ്മൾ ആക്ച്വലി അക്കൗണ്ട് ചെയ്തിട്ടില്ലെങ്കിലും അതിവിടെ ആ ഒരു എഫക്റ്റിൻ്റെ അത് വന്നോളൂ. ഓക്കെ, അപ്പം എന്താണ് അത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മോളിക്കുലർ കൊളീഷൻസ് എന്ന് പറയുന്നത്, അതായത് അത് അത്ര ഫ്രീക്വന്റ് അല്ല എങ്കിൽ, ഓക്കെ, ആ മോളിക്കുലർ കൊളീഷൻസ് എന്ന് പറയുന്നത് അത്ര ഫ്രീക്വന്റ് അല്ല, അത്രമാത്രം സമയം അതിൻ്റെ അകത്ത് നെഗ്ലിജിബിൾ ആണ്. ഇത് കൊളീഷൻസിന്റെ ഇടയ്ക്കുള്ള ടൈം ബിറ്റ്വീൻ കൊളീഷൻസ് എന്ന് പറയുന്നതും ഒരു കൊളീഷൻ സ്പെൻഡ് ചെയ്യുന്ന ടൈമും കൊളീഷൻ ഇടയ്ക്കുള്ള സമയത്തിനെക്കാട്ടും കുറവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാൽക്കുലേഷൻ അത് ഒരിക്കലും ബാധിക്കില്ല. ആൻഡ് ദിസ് ഇസ് എ വാലിഡ് റിസൾട്ട്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നെക്സ്റ്റ് സെക്ഷൻ നോക്കാം. താങ്ക് യു.